ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. സ്നേഹത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഏറ്റവും മനോഹരമായ ഒരു ചിത്രം കൂടി കാസർഗോഡ് എതിർത്തുടയുന്ന കർഷകശ്രീ മിൽക്ക് ഒരുക്കിയ ഇഫ്താർ സംഗമത്തിലാണ് ഹൈന്ദവ, ക്രൈസ്തവ, ഇസ്ലാം മതനേതാക്കളും വിവിധ രാഷ്ട്രീയ പ്രവർത്തകരും ഒന്നിച്ചിരുന്ന് നോമ്പ് തുറന്നത്. ഭിന്നിപ്പുകളുടെ കഥകൾക്കിടയിൽ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് വിളിച്ചോതുന്നതായിരുന്നു എതിർത്തോട് നടന്ന ഈ ഇഫ്താർ സംഗമം. കർഷകശ്രീ മിൽക്ക് വർഷം തോറും നടത്തി വരാറുള്ള സമൂഹ നോമ്പുതുറ ഇത്തവണ നാടിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ വലിയൊരു വേദിയായി മാറി. പ്രമുഖ മത, രാഷ്ട്രീയ, സാമൂഹിക നേതാക്കൾ ഒന്നിച്ച വേദിയിൽ വെച്ച് എതിർത്തോട് ഖത്തീബ് അബ്ദുൽ നാസർ യമാനി ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. കർഷകശ്രീ ഡയറക്ടർ ഡോക്ടർ ഇ അബ്ദുള്ള കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. മതങ്ങൾക്കപ്പുറം മനുഷ്യൻ ഒന്നാണെന്ന സന്ദേശം പകർന്ന വേദിയിൽ പ്രമുഖരായ നിരവധി പേരാണ് പങ്കെടുത്തത്. തളങ്കര മാലിക് ദിനാർ വലിയ ജമാഅത്ത് മസ്ജിദ് ഖത്തീബ് അബ്ദുൽ മജീദ് ബാക്കവി കൊടുവള്ളി, മാർത്തോമ ബദ്ര വിദ്യാലയം അഡ്മിനിസ്ട്രേറ്റർ റവറൻ മാത്യു ബേബി ചെറുക്കള, സ്വാമി ശ്രീ വർക്കലരാജ് എന്നിവർ ഒരേ വേദിയിൽ സ്നേഹം പങ്കുവച്ചപ്പോൾ അത് നാടിനെ തന്നെ വേറിട്ടൊരു അനുഭവമായി. എന്നെ നിലയ്ക്കുന്ന ഇ ചന്ദ്രശേഖരൻ അടക്കമുള്ള MLA-മാരും മുഖ്യാതിഥികളായി ചടങ്ങിൽ സംസാരിച്ചു. ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വസന്തൻ അജക്കോട് മുതൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് കോൺഗ്രസ് നേതാവ് M പുരുഷോത്തമൻ നായർ, PDP നേതാവ് യൂനിസ് തളങ്കര, BJP അംഗം മധുസൂദനൻ തുടങ്ങി വ്യത്യസ്ത ചിന്താധാരയിലുള്ളവരും ഈ സ്നേഹവിരുന്നിൻ്റെ ഭാഗമായി. എതിർത്തോട് ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളായ M അബ്ദുള്ള കുഞ്ഞി ഹാജി, E അബൂബക്കർ ഹാജി എന്നിവർക്കൊപ്പം നിരവധി രാഷ്ട്രീയ, സാമൂഹിക നേതാക്കളും നാട്ടുകാരും ഒരുമിച്ചിരുന്നപ്പോൾ അത് യഥാർത്ഥ മതസൗഹാർദ്ദത്തിൻ്റെ നേർക്കാഴ്ചയായി മാറി.